തെരഞ്ഞെടുപ്പ് അടുക്കുന്തോറും പൊട്ടിത്തെറികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. മുൻ CPM MLA PK ശശി ഒരു വലിയ വിമത കൺവെൻഷൻ വിളിച്ചു. തൊട്ടു പിന്നാലെ CPM-ൽ നിന്ന് PK ശശിയെ പുറത്താക്കിയിരിക്കുകയാണ്. പാലക്കാട് ഇതിനോടകം തന്നെ മാർക്സിസ്റ്റ് കൂട്ടായ്മ എന്ന പേരിലൊരു വിമത കൂട്ടായ്മയുണ്ട്. VS-ന്റെ മുൻ PA ആയിരുന്ന സുരേഷ് നേരത്തെ പുറത്തു പോയിട്ടുണ്ട്. അപ്പോൾ പാലക്കാട് ജില്ലാ സെക്രട്ടറിക്കെതിരെ വലിയ പോർവിളി ഉയർത്തിക്കൊണ്ട് PK ശശി പുറത്തു പോകുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് തെരഞ്ഞെടുപ്പ് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ ആരൊക്കെ അകത്തുണ്ടാവും, ആരൊക്കെ പുറത്തു പോകും, ഇങ്ങനെ കൗതുകകരമായ ഒരുപാട് രാഷ്ട്രീയ വസ്തുതകൾ നമ്മളെ സംബന്ധിച്ചുണ്ട്. നമുക്ക് ഇന്നത്തെ രാഷ്ട്രീയ വൃത്തം ആരംഭിക്കാം. EV ഉണ്ണികൃഷ്ണനിൽ നിന്ന് തുടങ്ങാം. ഉണ്ണി, നമ്മൾ ഓരോ ദിവസം ഓരോന്ന് എന്ന മട്ടിൽ കണ്ണൂരിലെ പൊട്ടിത്തെറികൾ നമ്മൾ കേട്ടു. കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ ഒരുപക്ഷെ അദ്ദേഹം തന്നെ മത്സരിക്കാനുള്ള സാഹചര്യം ഒരുത്തിരിയുന്നുണ്ട്. ഇന്നലെ നമ്മുടെ സൂപ്പർ പ്രൈം ടൈമിൽ പങ്കെടുത്ത് പറഞ്ഞത് ഞാനത് തീരുമാനിച്ചിട്ടില്ല, ചിലപ്പോൾ മത്സരിക്കും എന്നാണ്. ഇന്നിപ്പോൾ PK ശശി പുറത്തു പോകുന്നു എന്നുള്ളതിനപ്പുറത്ത് ജില്ലാ സെക്രട്ടറിക്കെതിരെ ഒരു വലിയ കുറ്റപത്രം തന്നെ അവതരിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് പോവാണ്. മാത്രമല്ല, ഇതിപ്പോൾ ഒരു ശശിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തിയോ മറ്റോ ആണെങ്കിൽ ഇതിന് CPM-നെ നേരിടാം. ഇതിപ്പോൾ പയ്യന്നൂരിൽ നിന്ന് കുഞ്ഞികൃഷ്ണൻ തുടങ്ങി, PK ശശി തുടങ്ങി, A സുരേഷ്, ഇവിടെ തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ ഐഷ പോറ്റി തുടങ്ങിയ, ഇടുക്കിയിലെത്തിക്കഴിഞ്ഞാൽ രാജേന്ദ്രൻ, അങ്ങനെ CPM വിമതരുടെ ഒരു വലിയ നിര സംസ്ഥാനത്തും ഒട്ടാകെ രൂപപ്പെട്ട് വരികയാണ്. ഇതിനിപ്പോൾ ഇനി എങ്ങനെ നേരിടും എന്നതാണ് CPM-നുമുള്ള ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി. ഞാൻ റീഡ് ചെയ്യുന്നത് ഇപ്പോൾ CPM നേരിടുന്ന പ്രധാന പ്രശ്നം ഒരു ക്രൈസിസ് മാനേജേഴ്സ് ഈ പാർട്ടിയിൽ ഇപ്പോഴില്ല. അതിൻ്റെ ഒരു കോടിയേരി ബാലകൃഷ്ണന്റെ റോൾ വേക്കൻ്റ്. യെസ്, കറക്റ്റ്. കോടിയേരി ബാലകൃഷ്ണൻ്റെ റോൾ അവിടെ വേക്കൻ്റ് ആണ് എന്നത് മാത്രമല്ല, ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി CPM നേരിട്ടിട്ടുണ്ട്. പക്ഷെ അന്ന് പിണറായി വിജയൻ പാർട്ടിയെ നയിക്കുമ്പോൾ അന്ന് EP ജയരാജൻ പിണറായിയുടെ കൂടെയുണ്ട്, കോടിയേരി ബാലകൃഷ്ണൻ കൂടെയുണ്ട്, ഈ പറയുന്ന MV ഗോവിന്ദൻ കൂടെയുണ്ട്, AK ബാലനുണ്ട്, G സുധാകരനുണ്ട്. അങ്ങനെ ഒരു വലിയ നിര പിടിച്ച് പാർട്ടിയെ കൊണ്ടുവരാൻ പറ്റുന്ന ലീഡർഷിപ്പ് അല്ലെങ്കിൽ ക്രൈസിസ് മാനേജേഴ്സ് അന്ന് പാർട്ടിയിലുണ്ടായിരുന്നു. ഇന്ന് ദൗർഭാഗ്യവശാൽ MV ഗോവിന്ദന് അങ്ങനെ ഒരു സപ്പോർട്ട് പാർട്ടിക്കുള്ളിൽ കിട്ടുന്നില്ല. ഈ വിമത നീക്കം ശബ്ദം ഉയർത്തുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, അവർ ബഹുമാനിക്കുന്ന, അല്ലെങ്കിൽ ഇയാൾ പറഞ്ഞാൽ അത് ഓക്കെ ആണ് എന്ന് അവർക്ക് വിശ്വസിച്ച് കൂടെ നിർത്താൻ പറ്റുന്ന ആളുകൾ ഇന്ന് MV ഗോവിന്ദൻ്റെ കൂടെയില്ല, പാർട്ടി സെക്രട്ടറിയുടെ കൂടെയില്ല. അതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ പ്രധാന കാരണമെന്ന് ഞാൻ വിചാരിക്കുന്നു. പാർട്ടിയിൽ ഇലപൊഴിയും കാലമാണോ? അല്ല, അത് സ്വാഭാവികമായിട്ടും ഉണ്ണി പറഞ്ഞതിനകത്ത് ഒരു വിയോജിപ്പ് പറയട്ടെ. സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ അഭിലാഷേ ഇതുപോലെയുള്ള ഒരുപാട് മാറ്റം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലൊന്ന് VD സെൽവരാജ്, ഓർക്കുന്നുണ്ടോ? അദ്ദേഹം പാറശാലയിൽ ആദ്യം MLA ആയിരുന്നു, പിന്നീട് നെയ്യാറ്റിങ്കര MLA. അദ്ദേഹത്തെ നെയ്യാറ്റിങ്കരയിലേക്ക് മാറ്റിയതിന് ശേഷം അദ്ദേഹം അവിടെ ജയിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് അദ്ദേഹം രാജിവെച്ചു പോകുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞാൽ UDF-ലേക്ക് പോകില്ല, അതിലും ഭേദം ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലതെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞു. പക്ഷേ അദ്ദേഹം UDF-ലേക്ക് പോയി. VD സെൽവരാജിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള വിയോജിപ്പ് എന്തായിരുന്നു എന്ന് നോക്കണം. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ 3 പേരുകളുണ്ട്. ഒന്ന് ഐഷ പോറ്റിയാണ്. ഐഷ പോറ്റിയുടെ രാഷ്ട്രീയ വിയോജിപ്പ് എന്തിൻ്റെ പേരിലാണ്? S രാജേന്ദ്രൻ എന്തിൻ്റെ പേരിലാണ് അദ്ദേഹം വിയോജിക്കുന്നത്? ഇപ്പോൾ PK ശശി എന്തിൻ്റെ പേരിലാണ്? ഇവരൊക്കെ വിയോജിക്കുന്നതിൻ്റെ കാരണങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് CPM ഒരു വലിയ മാറ്റം നടപ്പാക്കി. അന്ന് 5 മന്ത്രിമാർ ഉൾപ്പെടെ 22 MLA-മാരോട് നിങ്ങൾ മത്സരിക്കേണ്ടതില്ല, 2 വട്ടം കഴിഞ്ഞിരിക്കും, നിങ്ങൾക്ക് പുറത്തിരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിൽ മനംനൊന്താണ്. ആ സമയത്തോടു കൂടിയാണ് രാജേന്ദ്രൻ പാർട്ടിക്ക് അനഭിമിതനായി മാറുന്നത്, ഐഷ പോറ്റിക്ക് പാർട്ടിക്ക് അനഭിമിതയായി മാറുന്നത്. ഇങ്ങനെ ഇവർ പാർട്ടിയിൽ നിന്ന് അവർ മാറി നിന്നു. അല്ലാതെ ഏതെങ്കിലും ഒരു ആശയത്തിലോ പല കാരണങ്ങളുണ്ടാവും. ഞാൻ പറയും പാർലമെന്ററി മോഹം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ചോദ്യം ഇത്രയേ ഉള്ളൂ. CPM എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിൽ പലരും പലപ്പോഴായിട്ട് മന്ത്രിയും അവർക്ക് മന്ത്രിയാകാൻ പറ്റുന്നില്ല, MLA ആകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് സീറ്റ് കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ പാർലമെന്ററി വ്യാമോഹം വെച്ചിട്ട് ഇവരെ എങ്ങോട്ടാണ് പോകുന്നത്? ഒന്ന് ഉണ്ണി ഓർത്ത് നോക്കൂ, എത്ര പേർക്കാണ് ഇത്തവണ UDF സീറ്റ് കൊടുക്കേണ്ടി വരിക? UDF-ല് കോൺഗ്രസിന്റെ എത്ര സീറ്റ് ഇപ്പോൾ കൊടുക്കേണ്ടി? CPM-ന്റെ പ്രശ്നം മാത്രമേ ഇപ്പോൾ കണ്ടിട്ടുള്ളൂ, കോൺഗ്രസിന്റെ വരാൻ കിടക്കുന്നത്. ഞാൻ ചോദിക്കുന്നില്ല, PV അൻവറിന് സീറ്റ് കൊടുക്കുന്നു അല്ലേ? PV അൻവർ കഴിഞ്ഞ തവണ UDF-ന്റെ അല്ലല്ലോ LDF-ന്റെ നിലമ്പൂർ MLA ആയിരുന്ന ആളല്ലേ? അദ്ദേഹം ഇപ്പോൾ തന്നെ ബേപ്പൂര് മത്സരിക്കാൻ വേണ്ടി പോകുന്നു. അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണമല്ലോ. ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ അവർക്ക് സീറ്റ് കൊടുക്കണമല്ലോ. BJP-യിലേക്കാണ് പോയത് S രാജേന്ദ്രൻ, അതുകൊണ്ട് അവിടെ സീറ്റ് കൊടുക്കണമല്ലോ. ഇവർക്കെല്ലാം സീറ്റ് കൊടുക്കുന്നു. ഇനി ഇതൊന്നും മാറ്റിവെക്കും. നമ്മൾ ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട കാര്യം, പനമൂട്ടിൽ കൃഷ്ണൻ ഗുരുദാസൻ എന്ന് പറയുന്ന PK ഗുരുദാസൻ, അദ്ദേഹം 2001-ൽ മത്സരിച്ചു, പരാജയപ്പെട്ടു. 2006-ൽ അദ്ദേഹം വിജയിച്ചു. 2011-ലും അദ്ദേഹം കൊല്ലത്ത് നിന്ന് വിജയിച്ചു. ആദ്യം വർക്കലയിൽ നിന്നാണ് അദ്ദേഹം പരാജയപ്പെടുന്നത്. അപ്പോൾ 2006-ൽ അദ്ദേഹം VS മന്ത്രിസഭയിലെ എക്സൈസ് മന്ത്രിയായിരുന്നു. ഇപ്പോഴുമുണ്ട്. കൊല്ലം സമ്മേളനത്തിൽ PK ഗുരുദാസനല്ലേ വന്നത്, കൊടി ഉയർത്താൻ വേണ്ടി വന്നത്, പതാക ഉയർത്തിയത് PK ഗുരുദാസനാണ്. അദ്ദേഹം ഈ പാർട്ടിയിൽ നിന്ന് മാറി നിന്നു എന്ന് കരുതിയിട്ട് അദ്ദേഹത്തെ പോലെയുള്ള എത്രയോ പേർ, പാലോളി മുഹമ്മദ് കുട്ടി മാറിയിട്ടില്ല. പാലോളി മുഹമ്മദ് ഇപ്പോഴുമുണ്ട്. നമ്മൾ പറയുന്ന പ്രശ്നം അതൊന്നുമല്ല. അല്ല, ഞാൻ
എന്തുകൊണ്ട് പോകുന്നു എന്നതേയല്ല, ആ പ്രശ്നത്തെ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ള. ഇവരൊക്കെ ഒരു ഘട്ടത്തിൽ പോവുകയും പിന്നീട് തിരിച്ചു വരുമോ? 2000 അമ്പാടി വിശ്വം എന്ന് പറയുന്ന വിശ്വാസ മേനോൻ നായനാർ സർക്കാരിന്റെ കാലത്തെ ധനകാര്യമന്ത്രിയായിരുന്നു. അദ്ദേഹം BJP-യിലേക്കാണ് പോയത്. അവസാന കാലഘട്ടത്തിൽ തിരിച്ചു വന്നു. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ CPM-ൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ VD സതീശൻ പത്രസമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചത് ഒരു കാലത്ത് സീറ്റ് നിർണ്ണയം നടക്കുമ്പോൾ കോൺഗ്രസിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ CPM. ശിഥിലീകരണത്തിന്റെ പാതയിലാണ് CPM എന്നാണ് VD സതീശൻ മുന്നറിയിപ്പ് നൽകുന്നത്. പക്ഷേ ശശിയുടെ കാര്യം എടുത്താൽ ഇപ്പോൾ ഇന്ന് കൺവെൻഷൻ വിളിച്ചു, വിമത കൺവെൻഷൻ വിളിച്ചു. വിമതൻ എന്ന് പോലും അദ്ദേഹം പറയാൻ സമ്മതിച്ചില്ല. കാരണം ഇത് അത് മാത്രമല്ല, ഇത് അസംതൃപ്തരുടെ യോഗം എന്നുള്ളതാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. പക്ഷേ ഇദ്ദേഹം ഇനി എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഭാവി? ഇദ്ദേഹത്തെ എവിടെയാണ് അക്കോമഡേറ്റ് ചെയ്യാൻ പോകുന്നത്? ഈ സമാന്തര യോഗമൊക്കെ വിളിച്ചു കൂട്ടി പാർട്ടിക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന ശശി അവിടെ മത്സരരംഗത്ത് വരികയാണെന്ന് വെച്ചു. അവിടെ UDF അദ്ദേഹം UDF-ന്റെ കാൻഡിഡേറ്റ് ആകുമോ, അതല്ല സ്വതന്ത്രമായി മത്സരിക്കുമ്പോൾ ഒരു പിന്തുണ UDF കൊടുക്കുമോ എന്നുള്ളതാണ് പ്രശ്നം. നമുക്കറിയാം ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു സ്ത്രീ പീഡന ആരോപണങ്ങൾ അല്ലെങ്കിൽ ബലാത്സംഗ ആരോപണങ്ങൾ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നിയമപരമായി അതിൽ പ്രശ്നങ്ങളൊന്നും ശശിക്കെതിരെ ഇല്ലല്ലോ. മാത്രമല്ല അങ്ങനെയല്ല, CPM പോലും പറഞ്ഞില്ലല്ലോ എന്നാണ് VD സതീശൻ ഇന്ന് പറഞ്ഞത്. CPM പോലും അങ്ങനെ ഒരു അല്ലെ PK ഇത്രയും കാലം കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉണ്ടാകുന്ന പീഡന ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നത് പേര് പറഞ്ഞ് ശശിയുടെ പേര് പറഞ്ഞിട്ടാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതിരോധിച്ചിരുന്നത്. അങ്ങനെ ഒരാൾക്ക് പിന്തുണ കൊടുക്കാൻ പോകുമ്പോൾ ഈ ടെലിവിഷൻ ചർച്ചകളിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം പറയുമ്പോൾ ആദ്യത്തെ മറുപടി ഇന്നിപ്പോ കൺവെൻഷൻ സെന്ററിൽ എനിക്ക് തോന്നുന്നില്ല ഇന്ന് ഈ CPM-ൽ നിന്ന് നിലവിൽ ആക്റ്റീവായി CPM-ൽ നിൽക്കുന്ന ഏതെങ്കിലും കേഡേഴ്സ് ആ കൺവെൻഷൻ വന്നിട്ടുള്ളത്. കാരണം നമ്മുടെ ഗോകുൽ ഇന്ന് എല്ലാവരുടെയും ബൈറ്റ് എടുക്കുമ്പം പലരും ഞങ്ങളൊക്കെ ഒരു കാലത്ത് പാർട്ടിയിലാണ്. എനിക്ക് തോന്നുന്നു ഒരു 4 വരി ഗോകുൽ പോകുമ്പോഴെല്ലാം അവിടെ ഇരുന്നവരെല്ലാം കൊഴിഞ്ഞാമ്പാറയെന്ന് വന്നവരാണ്. എനിക്ക് തോന്നുന്നത് അവിടുന്ന് ഒരു വണ്ടി വിളിച്ച് കുറെ കൊഴിഞ്ഞാമ്പാറക്കാരെ കയറ്റി അവിടെ കൊണ്ടിരുത്തി എന്നുള്ളതാണ്. ഏതായാലും എന്റെ ശക്തി പ്രകടനം നടത്തി എന്തായാലും രാഷ്ട്രീയത്തിൽ അതിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് മാത്രമേ UDF-ന് ചെയ്യാനുള്ളൂ. അല്ലാതെ പിന്നെ PK ശശി എന്തായാലും ഒരുപക്ഷെ ഒറ്റപ്പാലത്ത് മത്സരിക്കും, സ്വതന്ത്രമായി മത്സരിച്ച് UDF-ന് പിന്തുണയായിരിക്കും. അപ്പം പാലക്കാട് ഇവർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഇപ്പോൾ VD സതീശൻ എടുത്തൊരു കടുത്ത നിലപാട്, എന്റെ ബോധ്യം ഇനി അറബിക്കടലിൽ ഇരമ്പി വന്നാലും ആ ബോധ്യത്തിൽ നിന്ന് ഞാൻ പിന്നോട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അതൊരു വലിയ നിലപാട് പ്രഖ്യാപനമായിരുന്നു. ഒരു സ്ത്രീ വിഷയത്തിൽ എങ്ങനെയാണ് ഒരു നേതാവ് സ്വീകരിക്കേണ്ടത്? അന്ന് ഔദ്യോഗികമായ ഒരു പരാതി വരുന്നതിന് മുൻപാണ് VD സതീശൻ അങ്ങനെ ഒരു നിലപാടെടുത്തിരുന്നത്. അപ്പോൾ ആ നിലപാടിന് അന്ന് കുറെ കയ്യടി കിട്ടിയതാണ്. ഇന്ന് VD സതീശൻ തന്നെ വന്നിരുന്നു പറയുകയാണ്, പാർട്ടി കോടതിയല്ല അന്വേഷിച്ചത്, നിങ്ങളുടെ പാർട്ടി CPM-ന് പരാതിയില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ പക്ഷെ ഇത്രയും കാലം ഇന്നലെ വരെ കോൺഗ്രസിന് പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വരെ നിങ്ങൾ തീവ്രത അളന്ന ഒരുപക്ഷെ തീവ്രത അളക്കുന്ന പാർട്ടി കോടതി വാക്കുകളെ കുറെ കാലം CPM എന്ന പാർട്ടി പ്രതിസന്ധിയിലാക്കിയ PK ശശി നിങ്ങൾക്കൊപ്പം നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞ് പ്രതിരോധിക്കും? നിങ്ങൾക്കില്ല അതിനെ പ്രതിരോധിക്കാൻ ഒരു ഘട്ടവും ഇല്ല, ഒരു വാക്കും ഉണ്ടാകില്ല പ്രതിരോധിക്കാൻ PK ശശിയെ പിന്തുണച്ചാൽ. രണ്ട് ബോധ്യങ്ങളായി പോകും. ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഒരു ബോധ്യം, PK ശശിയുടെ കാര്യത്തിൽ വേറൊരു ബോധ്യം. ഇതിൽ വേറൊരു വിഷയമുള്ളത്, ഇന്നിപ്പോ EN സുരേഷ് ബാബു PK ശശിയെ വിമർശിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത് തന്നെ എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ പല കാര്യങ്ങൾക്കും കടകവിരുദ്ധമാണ്. അദ്ദേഹം ചോദിക്കുന്നു, SFI കാലം മുതൽ എത്ര തവണ പോയി തിരിച്ചു വന്നു? SFI കാലം മുതൽ മോശമായ എന്തെങ്കിലും കാര്യം ചെയ്യുന്ന ആളെ വീണ്ടും നിങ്ങൾ എന്തിന് MLA ആക്കി എന്തിന് ഉയർത്തിക്കൊണ്ടുവന്നു എന്ന ചോദ്യമുണ്ട്. പിന്നെ പറയുന്ന ഒരു വാചകം എന്താ, ഞങ്ങളുടെ നേതാക്കളുടെ അടുക്കളയിൽ കുശിനിക്കാരൻ. അതിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. മാത്രമല്ല ഇപ്പം സാമ്പത്തിക ആരോപണങ്ങൾ അന്വേഷിക്കാൻ തയ്യാറുണ്ടോ? എന്റെ അന്വേഷിച്ചോളൂ, ശശിയുടെ അന്വേഷിക്കാൻ തയ്യാറുണ്ടോ? എങ്ങനെ PK ശശി ഈ പാർട്ടി ഉൾക്കൊണ്ടു? അങ്ങനെ ഒരു സാമ്പത്തിക ആരോപണം അദ്ദേഹത്തിനെതിരെ ഉണ്ടെങ്കിൽ അത് ജനങ്ങളോട് പറയണ്ടേ? അദ്ദേഹം അങ്ങനെ എന്തെങ്കിലും ക്രമക്കേട് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം പാർട്ടിക്കില്ലേ? ഇത് പ്രശ്നം വന്നതിന് ശേഷം പുറത്താക്കിയതിനു ശേഷമാണോ ജില്ലാ സെക്രട്ടറി? മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CPM-ൽ ഇങ്ങനെ സംഭവിക്കുന്നു. അതായത് ശശി പ്രസംഗിക്കുകയാണ്, ഇതിനകത്ത് സ്പിരിറ്റ് കച്ചവടക്കാർ വന്നിരിക്കുന്നു ഈ പാർട്ടിയിൽ, അതുപോലെ തന്നെ കഞ്ചാവ് വലിക്കുന്നവർ പാർട്ടിയിൽ ചില നേതാക്കൾ, പാലക്കാട് എറണാകുളത്ത് നിന്ന് വന്ന ഒരു നേതാവ് കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവരൊക്കെ ഇത് വിളിച്ചു പറയുകയാണ്. അങ്ങനെ ഒരു സംഗതി പരസ്പരം നേരത്തെ ഉണ്ണി പറഞ്ഞതുപോലെ ഇതിനകത്ത് ഇത് മാനേജ് ചെയ്യാൻ കെൽപ്പില്ലാത്ത നേതാക്കളുടെ അഭാവം
ഇപ്പം ജില്ലാ നേതൃത്വങ്ങളാകട്ടെ സ്റ്റേറ്റ് നേതൃത്വങ്ങളാകട്ടെ, അപ്പോൾ അത് CPM-നെ സംബന്ധിച്ച് ഇതാ VD സതീശൻ പറഞ്ഞതുപോലെ ശിഥിലീകരണം സംഭവിക്കുന്നു പാർട്ടിയിൽ എന്നൊക്കെയുള്ള ഈ 10 വർഷം തുടർച്ചയായി ഭരിച്ചതിന് ശേഷം ബാക്കി എന്താണ് പാർട്ടി എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു ശിഥിലീകരിക്കപ്പെട്ട കുറെ നേതാക്കൾ ഇതാ പടിയിറങ്ങി പോകുന്നു, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വായി തോന്നുന്നു വിളിച്ചു പറഞ്ഞുകൊണ്ടെന്നല്ലേ. പാർട്ടിയൊക്കെ അധികാരത്തിൽ വരുമ്പോഴേ പാർലമെന്ററി രംഗത്ത് കുറെ പേര് പോയി, പിന്നെ ഒരുപാട് നിരാശ ബാധിച്ചവരുടെ ഒരു കേന്ദ്രമായി സംഘടന മാറിയോ, ഇനി അത്തരത്തിലുള്ള ബോധങ്ങൾ ഉണ്ടായോ? അങ്ങനെ അത് പാടില്ല, അങ്ങനെ വരാൻ പാടില്ല. കാരണം പാർട്ടി കൃത്യമായി പാർട്ടി ക്ലാസ് കൊടുക്കുന്ന നേതാക്കൾ കേഡേഴ്സിന് അങ്ങനെ ഒരു പാർലമെന്ററി വ്യാമോഹം വരുമ്പോൾ നിരാശയോടെ ഇറങ്ങിപ്പോകാൻ പാടില്ല. ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ ഒരു കാലഘട്ടത്തിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്നവരാണ് ഇവരെല്ലാവരും. ഇതിനകത്ത് ഒരു അണിയല്ല പോകുന്നത്. കാരണം പാർട്ടിയിൽ നിന്ന് പാർട്ടിയുടെ സ്വാദ്, അതായത് ഇതിന്റെ നേട്ടം മാത്രം നുണഞ്ഞുകൊണ്ടിരുന്ന കുറച്ച് പേർ അവർക്കത് കിട്ടാതെ വരുമ്പോൾ അവർ അസംതൃപ്തരായി പോകുന്നു എന്നുള്ളതാണ്. അതൊരു പ്രസ്ഥാനത്തിന് എന്തെങ്കിലും തിരിച്ചടിയാകുമെന്ന് ഒരിക്കലും ചിന്തിക്കേണ്ട കാര്യമില്ല. അസംതൃപ്തി ആദ്യമായിട്ടല്ലോ പാർട്ടി എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇത്രയധികം കൊഴിഞ്ഞുപോക്കുണ്ടായിട്ടുണ്ടോ? പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? സാധാരണ ഇത്തരം ഘട്ടങ്ങളിൽ മാധ്യമങ്ങളെ ആണ് CPM പഴിചാരാറുള്ളത്. ഈ വിഷയത്തിൽ മാധ്യമങ്ങളെ പോലും പറയുന്നില്ല. കാരണം ഓരോ സ്ഥലത്തും പൊട്ടി വരികയാണ്. ഇതിന് കവറേജ് കൊടുക്കുന്നത് കുറവാണെന്നുള്ള തോന്നലായിരിക്കും. അല്ല, കഴിഞ്ഞ തവണ തോമസ് ഐസക്കിനെ പോലെയും ജീസുദാറിനെ പോലെയൊക്കെയുള്ള ആൾക്കാരെ അന്ന് മാറ്റി നിർത്തുമ്പോൾ ഈ രീതിയിലൊന്നും ഒരു പൊട്ടിത്തെറിയോ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന സംഭാഷണങ്ങളോ ഒരു പ്രതികരണമോ ഒന്നും വന്നിട്ടില്ല. ഇല്ല, ഇതിൽ PK ശശിക്ക് നേരത്തെ മുതലേ പ്രശ്നങ്ങളുണ്ട്. ഇവിടുത്തെ പ്രശ്നം EN സുരേഷ് ബാബു ഇയാള് ഞങ്ങളുടെ നേതാക്കളുടെ കുശിനിക്കാരനായിരുന്നു, ഞങ്ങളുടെ നേതാക്കൾക്ക് കുട പിടിച്ചു കൊടുത്ത ആളായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കുട പിടിക്കുന്നവരെയും കുശിനിക്കാരായ ആളുകളെയുമാണോ നിങ്ങൾ MLA-മാരും KTDCയുടെ ചെയർപേഴ്സൺ സ്ഥാനത്ത് ഇരുത്തുന്ന എന്നൊരു വലിയ പ്രശ്നമുണ്ട്. മാറ്റിയതല്ല, അയാൾ രാജിവെച്ചതാണ്. അപ്പോ അത് വളരെ സ്വയം പരാജയപ്പെടുത്തുന്ന വാദങ്ങളാണ് CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി പറയുന്നത് എന്നുള്ളതാണ് ഇതിലെ ഒരു വലിയ പ്രശ്നം. അതിൽ പറയുന്ന കാര്യങ്ങളിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇല്ലായ്മ എന്നുള്ളത് മാറ്റിവെച്ചാൽ പോലും സ്വയം പരാജയപ്പെടുത്തുന്ന വാദങ്ങളാണ് പാലക്കാട് CPM ഘടകം ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് 64-ന് ശേഷം CPM-ന്റെ പാർട്ടി എന്ന രീതിയിലുള്ള സംവിധാനം തുടങ്ങുമ്പോൾ ആദ്യഘട്ടത്തിൽ CIT-യുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിണറായി VS എന്ന് പറയുന്ന 2 ഗ്രൂപ്പുകളായിരുന്നു. വിഭാഗീയത അവസാനിച്ചു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അത് ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതുപോലെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്. അന്നും ഇതേപടി തന്നെ നിന്ന നിൽപ്പിൽ പലരെയും ശർമ്മയും ചന്ദ്രനെയും ചന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി എന്ന് ഒറ്റ ദിവസം വെട്ടി മാറ്റി. പാലക്കാട് സമ്മേളനത്തിൽ നിരവധി പേര് അന്ന് സമ്മേളനങ്ങൾ എത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. പാർലമെന്റ് രംഗത്തെത്തുമ്പോൾ ഇതുപോലെ സംഘടനാ സംവിധാനത്തിന് പകരമായിട്ട് ചിലർ വിട്ടുപോകുന്നുവെന്നാണ് ഞാൻ കാണുന്നത്. ഇതിൽ വിഭാഗീയതയുടെ കൂടി ഉൽപ്പന്നമാണ് PK ശശി. PK ശശി എങ്ങനെയാണ് പാലക്കാട് പ്രോമിനന്റ് ലീഡർ ആയത്? VS പക്ഷത്തിന് വളരെ ശക്തി ഉണ്ടായിരുന്ന പാലക്കാട് ജില്ലയിൽ പിണറായി പക്ഷത്തിന്റെ പ്രധാനപ്പെട്ട വ്യക്തി എന്നുള്ള PK ശശി പ്രോമിനന്റ് ആവുന്നത്. VS പക്ഷത്തിന് ഏറ്റവും ശക്തി ഉണ്ടായിരുന്ന പത്തനംതിട്ട ജില്ലയിൽ ഈ പത്മകുമാർ എങ്ങനെയാണ് നേതാവായത്? പത്മകുമാർ ഇതേപടി തന്നെയാണ് തുടർച്ചയായിട്ട് നടപടി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ, തൃശ്ശൂർ മൊയ്തീൻ എടുത്താൽ എല്ലാ ജില്ലകളിലും അങ്ങനെ തന്നെയാണ്. വിഭാഗീയതയുടെ കാലത്തിൽ നമ്മൾ പാർട്ടി പിടിക്കാൻ പറ്റുന്ന അവിടുത്തെ കെൽപ്പുള്ള ആരാണ് അവരെ പിടിച്ചു കൂടെ നിർത്തി. എന്തുകൊണ്ടാണ് KTDCയുടെ ചെയർമാൻ സ്ഥാനത്ത് ഇത്രയും കാലം PK ശശി ഇരുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരവ് അതാണ്. അത് തന്നെയാണ്.